ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം നമുക്ക് ഇന്നൊരു മിഷൻ ഉണ്ട് ഗൈസ്. എന്താണെന്നറിയോ? നമ്മുടെ ഒരു കൂട്ടുകാരൻ ഈ കാർ ഷോറൂമിലെ കാർസ് എല്ലാം അടിച്ച് മാറ്റി കുറേ സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ വന്ന അവന് ലൊക്കേഷൻ, അവൻ എവിടെയൊക്കെ വെച്ചതെന്ന് ലൊക്കേഷൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഈ കാറെല്ലാം കണ്ടുപിടിച്ച് വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ നമുക്കും അവനൊരു കാർ തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. ഗൈസ്, നമ്മൾ ഈ ഫോർച്യൂണർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മോനെ ഇൻസൈൻ ഡ്രിഫ്റ്റ് അല്ലേ ഗൈസ്? നമ്മൾ ഈ ഫോർച്യൂണർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ നാട്ടിൽ നമ്മൾ മാത്രമേ പാവമായിട്ടുള്ളൂ. അവനും പാവമാണ് ഗൈസ്. പക്ഷേ മറ്റേ അവനിപ്പോൾ ഒരു കാർ ഷോറൂം മൊത്തം അതാ ഗൈസ്. നമ്മൾ ആ ഫോർച്യൂണർ പോയി ഗൈസ്. ഇനി നന്നാക്കാൻ എത്ര രൂപ വരുമോ ഗൈസ്? നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം മൊത്തം സൂപ്പർ കാർസ് ആണെന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും ഞാൻ പോയി ചോദിച്ചിട്ട് വരാം ഗൈസ്. ഞാനിപ്പോൾ അവനോട് സംസാരിച്ചു. അപ്പം എൻ്റെ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഗൈസ്. അപ്പം അവൻ പറഞ്ഞു അവൻ്റെ റേഞ്ച് റോവർ എടുത്തോളാൻ പറഞ്ഞു ഗൈസ്. ഡാമേജ് ഒന്നും വരുത്താതെ കൊണ്ടുവരണം എന്നാണ് ഗൈസ് അവൻ പറഞ്ഞത് ഗൈസ്. അപ്പം ലൊക്കേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഗൈസ് പറയുന്നത് അവനടുത്ത കൺസ്ട്രക്ഷൻ ഉണ്ട്. മറ്റേ നമ്മുടെ കാർ ഷോറൂമിൻ്റെ അടുത്ത് കൺസ്ട്രക്ഷൻ ഉണ്ട്. അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് ഗൈസ് പറഞ്ഞത് ഗൈസ്. കാർ ഏതൊക്കെയാണെന്നറിയാം ഗൈസ്? ഈ കാറാണ് ഗൈസ്. മസ്താങ്ക്, ഫെറാറി, ലംബോർഗിനി, പിന്നെ മറ്റേ എന്തായിരുന്നു ഗൈസ്, ബുഗാട്ടി. ഇത്രയും കാർസാണ് അവൻ കാർ ഷോറൂമിൽ നിന്ന് എടുത്തുള്ളൂ. അവരൊരു സംഘമായിട്ടാണ് ഗൈസ് പോയത്. പോലീസ് പിടിക്കാനായപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്ത് കാർ ഒളിപ്പിച്ച് വെച്ച് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ തൊരാളിപ്പോൾ ജയിലിലാണ് ഗൈസ്. അവനാരെ സത്യമൊന്നും പറഞ്ഞില്ല ഇതുവരെ. അങ്ങനെ വേണം ഗൈസ് കള്ളന്മാരായി കഴിഞ്ഞാൽ, സത്യമൊന്നും പറയാൻ പാടില്ല. ഓക്കെ ഗൈസ്, ഫൈനലി ഇതാ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പുറത്ത് തന്നെയാണ് ഗൈസ് കാർ ഷോറൂം. അതല്ലേ സെക്യൂരിറ്റി പുറത്തുകൂടെ നടക്കുന്നുണ്ട് ഗൈസ്. നമുക്കിവിടെ വണ്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ്റെ ഇവിടെ മൊത്തം തപ്പി. ഇനി ഈ ഭാഗം കൂടെ തപ്പാനുണ്ട് ഗൈസ്. നമുക്കിത് ഈ ഭാഗം കൂടെ ഒന്ന് തപ്പട്ടെ. ഓ ഗൈസ്, അതാ അവിടെ ഒരു കാർ ഇരിപ്പുണ്ട്. അത് ഏതാന്ന് നമുക്ക് വേഗം പോയി നോക്കാം ഗൈസ്. ഗൈസ് അതേതാണ്? ചാടി 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 ചാടി. ഓ ഗൈസ്, ഇത് മസ്താങ് കാണുന്നല്ല, റെഡ് മസ്താങ് ഗൈസ്. അടിപൊളി സ്ഥലത്താണ് ഗൈസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എവിടെയും മുട്ടാതെ കൊണ്ടുപോകണം ഗൈസ്, കാരണം നമുക്കും കൂടെ തരുന്നതാണ് ഒരു കാറ്. ഓക്കെ ഗൈസ്, ഇതാ നമ്മുടെ വീട് അവിടെ കഴിഞ്ഞ്. എൻ്റെ ഗൈസ് നമ്മുടെ വണ്ടി ഗൈസ്, വണ്ടിക്ക് ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയില്ല ഗൈസ്. അവൻ അറിയണ്ട ഗൈസ് ഇതിനെക്കുറിച്ച്. എൻ്റെ ഗൈസ് താങ്ക് യു കെനിക്സനിലിരുന്നങ്ങളെ. എൻ്റെ ഗൈസ് ജസ്റ്റ് മിസ്സാണ് ഗൈസ്. നമ്മുടെ വണ്ടി മറിഞ്ഞ് ഡാമേജ് ആവേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല ഗൈസ്. ഇവിടുന്ന് കാണില്ല ഗൈസ്, നമുക്ക് കുറച്ച് സ്ലോയിൽ പോയാൽ മതി. ഡാമേജ് ഒന്നും വന്നിട്ടില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് അവനോട് ഈ ഫസ്റ്റ് കാർ കൊണ്ടുവന്നു എന്ന് പറയാം. ഓക്കെ ഗൈസ്, അവൻ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു, ബാക്കിലോട്ട് ഇടാൻ പറഞ്ഞു ഗൈസ്. നമുക്ക് എന്തായാലും ബാക്കോട്ട് കൊണ്ടിട്ടേക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വണ്ടി എടുക്കാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് പാടാണ് ഗൈസ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരുടെ ഒരു വണ്ടി പോലീസ് പിടിച്ചു എന്നാണ് പറഞ്ഞത് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അതാ അവിടെ ഏത് കാറാണെന്ന് ഞാൻ പോയി നോക്കട്ടെ ഗൈസ്. നമുക്കിത് എടുത്ത പാടെ ഇറങ്ങി ഓടാം. ഓക്കെ ഗൈസ്, നമ്മളിതാ ലംബോർഗിനി എടുക്കുകയാണ്. ഓ ഗൈസ്, ഇതാ പോലീസൊക്കെ നമ്മളൊന്ന് അടിക്കാൻ തുടങ്ങുക ഗൈസ്. ഗൈസ് നമുക്ക് ഇപ്പോഴൊന്ന് രക്ഷപ്പെട്ടേ പറ്റൂ ഗൈസ്. ഗൈസ് പോലീസ് മുന്നിൽ നിന്ന് മാറുന്നില്ല ഗൈസ്. ഓ ഗൈസ്, ഇതാ പോലീസൊക്കെ നമ്മളെ പുറകെ വരുന്നു ഗൈസ്. നമുക്ക് വേഗം രണ്ടാമത്തെ കാറും കൂടെ ഒളിപ്പിച്ച് വെക്കണം ഗൈസ്. അതാ ഗൈസ് പോലീസൊക്കെ നമ്മൾ വളയാൻ തുടങ്ങി ഗൈസ്. നമുക്ക് ആദ്യം ഈ കാർ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കാം ഗൈസ്.
എന്നിട്ട് നമുക്ക് റേഞ്ച് റോവർ എടുത്തിട്ട് രക്ഷപ്പെടണം ഗൈസ്. തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ലംബോർഗിനി ഇവിടെ ഒളിപ്പിക്കാം ഗൈസ്. കാരണം ലംബോർഗിനിക്ക് എന്തെങ്കിലും ഓക്കെ ഗൈസ്, നമ്മൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നുണ്ട് ഗൈസ്. നമുക്ക് വേഗം തന്നെ ഇത് അവനെ വിളിച്ചറിയിക്കേണ്ടി വരും, പോലീസ് വളഞ്ഞ കാര്യം. ഗൈസ് നമ്മൾ തൽക്കാലത്തേക്ക് പോലീസിൻ്റെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. പക്ഷേ പോലീസിൻ്റെ വെടിയൊക്കെ കൊണ്ടിട്ടാന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ ഫ്രണ്ടിൽ എൻജിൻ കത്തുവാണോ എന്നൊരു സംശയം ഗൈസ്. ഏതായാലും നമുക്ക് നേരത്തെ ഒളിപ്പിച്ച് വെച്ച് ലംബോർഗിനി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് അവനോട് വണ്ടിയുടെ കാര്യമൊക്കെ പറയാം ഗൈസ്. ഗൈസ് നമ്മളെ വണ്ടി വീണ്ടും മറിഞ്ഞു ഗൈസ്. ഇവന് നമുക്ക് കെനിക്സണും കൂടെ എടുത്തേക്കാം. ഓ ഗൈസ്, അവൻ എന്നെ അടിച്ചു ഗൈസ്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നെ ഇടിച്ചേ. അതുകൊണ്ട് നിന്റെ കാർ ഞാൻ എടുക്കുക എൻ്റെ ഗൈസ്. അങ്ങനെ നമ്മളെ റേഞ്ച് റോവർ അവിടെ ഇട്ട് നമ്മുടെ ഫ്രണ്ടിനൊരു പുതിയ കാറും ആയി ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിതാ 2 കാറും കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയുള്ളത് ഫെറാറിയും ബുഗാട്ടിയും കൂടെയാണ് ഗൈസ്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ടിലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്കിനി അങ്ങോട്ടൊക്കെ പോയി ചെക്ക് ചെയ്യാം. എൻ്റെ ഗൈസ് ഇത് ഗ്ലിച്ചി, അതാ ഞാൻ തെറിച്ച് വീഴുന്നു ഗൈസ്. വേറൊരു കെനിക്സിന്റെ മണ്ടേ പോയി വീണ. എൻ്റെ ഗൈസ് അടിപൊളി ഗ്ലിച്ചായിരുന്നു ഗൈസ്. അതെന്തായാലും കിണ്ണങ്കാച്ചി ഗ്ലിച്ചായിരുന്നു. നമുക്ക് അകത്തോട്ട് കയറാൻ വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഗ്ലിച്ച് വഴി കയറാം ഗൈസ്. എന്നോടാ കളി. ഓ ഗൈസ്, അതല്ലേ ബഗതാത്ത ബുഗാട്ടി. ഓക്കെ ഗൈസ്, ഇതാ നമ്മളിതാ അടുത്ത ബുഗാട്ടി കൊണ്ടുവച്ച്. ഓക്കെ ഗൈസ്, അടുത്ത ലൊക്കേഷൻ എളുപ്പമാണെന്നാണ് അവൻ പറഞ്ഞത് ഗൈസ്. ഈ വീടുകൾക്കിടയിലാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അവൻ കുറേ കളർഫുൾ വീടുണ്ട്, അതിനിടയിലുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ മൊത്തം ഒന്ന് ചെക്ക് ചെയ്യണം. ഓ ഗൈസ്, ഇതാ ഫൈനലി നമുക്ക് ഫെറാറിയും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, നമ്മളിനിയിപ്പോൾ അപ്പുറത്തോട്ട് എങ്ങനെ പോകുന്നത്? എൻ്റെ ഗൈസ്, ഞാൻ വീടിൻ്റെ മണ്ടയ്ക്കറിയാതെ കയറിപ്പോയി. എൻ്റെ ഗൈസ്, ഇനി താഴോട്ട് പോകുമ്പോൾ ഇവൻ കുറേ നേരം ലാഗ് അടിച്ച് ഗൈസ്. ഞാൻ ജെറ്റ് പാക്ക് എടുത്ത് താഴോട്ട് പോവാണ് ഗൈസ്. എൻ്റെ ഗൈസ് ഫെറാറി കാണാൻ നല്ല രസമുള്ളൂ ഇല്ലേ ഗൈസ്. നമുക്ക് ഏത് കാറാണ് വേണ്ടതെന്ന് അവൻ ചോദിക്കുമായിരിക്കും. നമുക്ക് ഏതായാലും ഫെറാറി വേണ്ട ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ലംബോർഗിനി ആണ്, ലംബോർഗിനി പറയാം കേട്ടോ. ഗൈസ് ഇവൻ ഈ ബാക്ക് മൊത്തം എന്തോ ഷെഡ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതേതായാലും പൊളിച്ച് ഗൈസ്. കണ്ടോ ഗൈസ്, അതേതായാലും നന്നായി. ഇനി നമുക്ക് എന്തായാലും അവനെ കാണാൻ പോവാം ഗൈസ്. ഗൈസ് ഞാൻ അവനെ കൊന്ന് ഗൈസ്. ഇതാ ഗൈസ് പോലീസിന്റെ സൈറനൊക്കെ കേൾക്കുന്നത്. പോലീസ് ഇപ്പോൾ വരും. ഓ ഗൈസ്, ഇതാ പോലീസ് വന്നു ഗൈസ്. നമ്മൾ അവനെ കൊന്ന് ഗൈസ്. ഇനി നമുക്ക് ബാക്കിലത്തെ വണ്ടി, അവൻ്റെ എല്ലാ വണ്ടികളും ഞാൻ എടുത്ത് എൻ്റെ ഷോറൂമിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ഗൈസ്. കാരണം അവൻ എന്നെ ചതിച്ച് ഗൈസ്. ചതിക്കുന്നവനെ കൊല്ലണം. ഈ ഫെറാറിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമ്മൾ വീട്ടിലെത്തിക്കണം. പോലീസ് കണ്ടാൽ നമ്മൾ ഇടിച്ച് കൊല്ലും. പോലീസ് ഗൈസ്. ആ കള്ളൻ ചതിച്ചുകൊണ്ടാണ് നമുക്ക് അവനെ കൊല്ലേണ്ടി വന്നത് ഗൈസ്. ഇപ്പോൾ പോലീസെല്ലാം പോയി ഗൈസ്. ഇനി മുതൽ ഇതാണ് നമ്മുടെ കാർ ഗൈസ്. മറ്റേ കാറൊന്നും എനിക്ക് വേണ്ട ഗൈസ്.
അതിനൊക്കെ ഞാൻ നശിപ്പിച്ച് കളയും ഗൈസ്. അല്ല ഈ കാറും വേണ്ട ഗൈസ്, എനിക്കങ്ങനെ മറ്റുള്ളവരുടെ കാറൊന്നും വേണ്ട ഗൈസ്. നമുക്കിനി പഴയ ഫോർച്യൂണർ തന്നെ മതി ഗൈസ്.